എല്ലാവർക്കും എക്സലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് ഒരു ടെമ്പററി ടാറ്റു ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ടാറ്റു ഒക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ഒരു ടാറ്റുവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം വേദന ഒന്നും എടുക്കാണ്ട് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വയം മായ്ച്ചു കളയാൻ വേണ്ടി പറ്റുന്ന ഒരു ടാറ്റു ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കറുത്ത അല്ലെങ്കിൽ നീല മഷിയുള്ള പേന, പിന്നെ വേണ്ടത് കുറച്ച് പൗഡറും, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ, പിന്നെ അത് തുടക്കാനായിട്ട് കുറച്ച് തുണി. ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ടാറ്റു ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എണ്ണമയൊക്കെ കളഞ്ഞിട്ട് ഏകദേശം ഒരു ടാറ്റുവിന് പറ്റുന്ന പടം നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തേക്കണത് നീല പേനയാണ്. അപ്പോൾ നമുക്ക് നീല പേനക്ക് പകരം ബ്ലാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി ഭംഗിയുണ്ടാകും നമ്മൾ വരക്കുന്ന ടാറ്റുവിന്. ഏകദേശം നമ്മളൊരു ടാറ്റുവിന്റെ പടം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പൗഡർ ഇതുപോലെ വരച്ച ടാറ്റുവിന്റെ പൊക്കത്തിട്ടിട്ട് ഒരു തുണി വെച്ചിട്ട് അല്ലെങ്കിൽ കോട്ടൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ തുടച്ചു കൊടുക്കുക. അപ്പം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിലവിൽ നമ്മൾ വരച്ച ടാറ്റുവിന്റെ പൊക്കത്തുകൂടി വീണ്ടും വരച്ചിട്ട് പൗഡർ ഇടണം. അങ്ങനെ ഒരു 5 തവണ റിപ്പീറ്റ് ചെയ്യണം ഇത്. എന്നാലേ നമുക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ ടാറ്റു. അപ്പം നമ്മൾ ഏകദേശം ഒരു 5 തവണ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ പൊക്കത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വാസലീൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളമൊക്കെ വീണാലും നമുക്കത് വലുതായിട്ട് നമ്മുടെ ടാറ്റുവിനെ എഫക്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് അതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റുവിൻ്റെ ആ മഷി ഇളകും, പെട്ടെന്ന് ഇളകിപ്പോവും. അതുകൊണ്ട് വെളിച്ചെണ്ണ വളരെ കുറച്ച് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽബട്ടൺ നിൽക്കണമെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ എത്തുന്നതായിരിക്കും. മാത്രമല്ല ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മളെ പഴയ സാധാരണ യൂസിൻ്റെ ക്യാമറ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിലെ ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത്. എഡിറ്റിംഗ് മൊത്തം ഞാനായിരിക്കും, ദീപു ചെയ്യാനൊക്കെ പറയണം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിയാൻ ക്യാമറമാൻ ദീപുവിനോടൊപ്പം. അങ്ങനെ പറയരുതെന്നാണ് പുള്ളി പറഞ്ഞത്, എന്നാലും കുഴപ്പമില്ല. എപ്പോഴും പറഞ്ഞ ക്യാമറമാൻ ദീപുവിനോടൊപ്പം ഇസ്മി നവീൻ സൈനിങ് ഓഫ്.